തിരികെത്തുന്നു വാർത്തയിലേക്ക്. പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയെ റോഡിലിട്ട് വെട്ടിക്കൊന്നു. ചേർത്തലക്കൽ സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. അനിൽകുമാറിന്റെ ഭാര്യ മഹാലക്ഷ്മിയെ ഗുരുതര പരിക്കുകളോടെ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷ്ണു പുതുശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഇതൊരു ചെറിയ സംഭവത്തിൽ തുടങ്ങിയ തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു കൊലപാതകം നടന്നത്? ക്യാരറ്റിന്റെ വിലയെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ് പച്ചക്കറി വ്യാപാരിയെ വെട്ടിക്കൊന്നത്. പത്തനംതിട്ട റാന്നിയിൽ ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. റാന്നി സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇടത്താൻ എന്ന് വിളിക്കുന്ന പ്രദീപിനെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കടയിലെത്തിയവർ ക്യാരറ്റിന്റെ വിലയെ ചൊല്ലി തർക്കിക്കുന്നതോടെയാണ് സംഭവം തുടക്കുന്നത്. ഇതിനിടെ പ്രദീപ് ഒരു ക്യാരറ്റ് എടുത്ത് കഴിക്കുകയും ഇത് കണ്ട ജീവനക്കാരി മഹാലക്ഷ്മി ക്യാരറ്റിന് വലിയ വിലയാണെന്നും എടുത്ത് കഴിക്കരുതെന്നും പറഞ്ഞു. ഇത് ഇഷ്ടപ്പെടാതെ പ്രദീപ് വീണ്ടും ഇവരുമായി തർക്കത്തിലേർപ്പെടുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തു നിന്ന് പോയ പ്രദീപ് കുറച്ചു നേരം കഴിഞ്ഞ് സുഹൃത്തുക്കളുമൊത്ത് വടിവാളുമായി തിരിച്ചെത്തുകയായിരുന്നു. മഹാലക്ഷ്മിയെ ആക്രമിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. മഹാലക്ഷ്മിയെ വെട്ടാൻ ശ്രമിച്ചതോടെ കടയിലുണ്ടായിരുന്ന അനിൽകുമാർ അത് തടഞ്ഞു. ഇതോടെയാണ് അനിലിനെ വെട്ടി റോഡിൽ വിട്ടത്. പ്രാണരക്ഷാർത്ഥം അനിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ പിന്തുടർന്ന് തലയുൾപ്പെടെ വെട്ടുകയായിരുന്നു. പ്രതികൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് വിവരം. പിടിയിലായ പ്രദീപ് നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അനിലിനെ ആക്രമിക്കുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തിയതോടെ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഇവർ വന്ന സ്കൂട്ടർ ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞു. ഇതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇവരെ വൈകാതെ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു. മഹാലക്ഷ്മിയുടെ ഭർത്താവും സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അനിൽകുമാർ സംഭവത്തിൽ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വിഷ്ണു, ഈ ചെറിയ തർക്കം നടന്നതിന് ശേഷം ഇവർ ഇവിടുന്ന് പിരിഞ്ഞു പോയതാണ്. ഈ പ്രതി കൊല നടത്തിയാൽ അവിടുന്ന് പിരിഞ്ഞുപോയി കരുതിക്കൂട്ടി ആയുധവുമായി എത്തുകയായിരുന്നു. അത്തരത്തിലൊരു കൊലപാതകം എന്നാണോ കാണേണ്ടത്? അതെ, പ്രതി അവിടുന്ന് പിരിഞ്ഞു പോയതാണ്. ഇപ്പൊ ക്യാരറ്റ് എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പിരിഞ്ഞു പോയതാണ്. പിന്നീട് പോയിട്ട് സുഹൃത്തുക്കളുമായും വടിവാളുമായി വന്ന് ആക്രമിക്കുകയായിരുന്നു. മഹാലക്ഷ്മി ആക്രമിക്കുന്ന തടയാൻ ശ്രമിച്ച ആളെയാണ് കടയുടെ ഉടമയായ പ്രദീപിനെയാണ് വെട്ടിക്കൊന്നത്. ശരി വിഷ്ണു, പത്തനംതിട്ടയിലാണ് ഈ ഒരു ദാരുണ സംഭവം, ക്രൂരമായ സംഭവം അരങ്ങേറിയത്. റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയെ റോഡിലിട്ട് വെട്ടിക്കൊന്നു. ചേർത്തലക്കൽ സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. അനിൽകുമാറിന്റെ ഭാര്യ മഹാലക്ഷ്മിക്ക് ഗുരുതര പരിക്കുകളുണ്ട്. റാന്നിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷ്ണു പുതുശ്ശേരിയാണ് അവിടുന്ന് വിവരങ്ങളുമായി എത്തിയത്.